അപ്പൊ ഇന്ന് ഹാസ് ബീൻ ഹാഡ് ബീൻ ഇത് കുറച്ച് പേര് കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിങ്ങനെ സ്പെസിഫിക് ആയി ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ കുറച്ച് ക്ലിയർ ആക്കാം. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഈ സാധനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയുള്ളോ, ഇതാണ് ഈ ഹാസ് ബീൻ ഹാഡ് ബീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചോണ്ട് നടന്നിരുന്നേ. സിമ്പിൾ ആണ് കേട്ടോ. തുടങ്ങാം. അയ്യോ, അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഹലോ, ഞാൻ വിനി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് 2 പ്ലേലിസ്റ്റുകളൊക്കെ 2, 3, 4 പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇനി അതല്ല ഇംഗ്ലീഷ് കോഴ്സാണ് നോക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യും. അങ്ങനത്തെ കോഴ്സാണെങ്കിൽ ആ കോഴ്സും താഴെയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കോമെൻറ്റിൽ കാണാം. അതുപോട്ടെ, നമുക്ക് ഹാസ് ബീൻ ഹാഡ് ബീൻ ആദ്യം നോക്കാം അല്ലേ. ഹോംവർക്ക് ഉണ്ട് കേട്ടോ, അത് ചെയ്യണേ. ആദ്യം 2 സെൻറ്റൻസ് ആണേ. ഐ ഹാഡ് ബീൻ സിക്ക്, ഐ ഹാവ് ബീൻ സിക്ക്. ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഇതല്ലേ തമ്മിൽ നിങ്ങൾ കണ്ടത്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖമുള്ള അവസ്ഥ. ഈ ഹാസ് ബീനും ഹാഡ് ബീനും വന്നുകൊണ്ട് ഇതിലെന്താ വ്യത്യാസം വരുന്നതെന്ന് ഈ 2 സെൻറ്റൻസ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കില്ല. ഒരു സെൻറ്റൻസ് മാത്രം കണ്ടിട്ട് ഇതിൻ്റെ അർത്ഥം എന്താ? അതിന് നമുക്ക് കോണ്ടെക്സ്റ്റ് വേണം. അപ്പം നിങ്ങൾ ഈ സാധനം കാണുക ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ഇത് എപ്പോഴാണ് ഈ ഹാസും ഹാഡും ഉപയോഗിക്കണമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ബീൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ആദ്യം ബീൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേർബ്സിനെ കുറിച്ച് മനസ്സിലാക്കണം അല്ലേ. ഒരു വേർബ് എന്താ? തിന്നുക, ചാടുക, ഓടുക, ചിന്തിക്കുക, അങ്ങനെ എല്ലാ സാധനങ്ങളും വേർബ്സ് ആണ്. പ്രവൃത്തികൾ എന്നൊക്കെ പറയാം. എല്ലാ പ്രവൃത്തിയും വേർബ്സ് ആണ്. ഈ വേർബ്സിന് നമ്മളിപ്പോൾ മലയാളത്തിൽ ഞാൻ ചെയ്യുക, ചെയ്തു, ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഫോം ഇല്ലേ, പല ടെൻസിൽ വരുന്നേ. അതുപോലെ ഓരോ വേർബ്സിനും ഇംഗ്ലീഷിലും 5 ഫോംസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബേസ് ഫോം എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ എടുക്കുക, തിന്നുക, കഴിക്കുക, ഈറ്റ്. ബേസ് ഫോം ഈറ്റ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഫോം പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയും? എയ്റ്റ്. തിന്നു എന്നുള്ളത് എയ്റ്റ്. മൂന്നാമത്തെ ഫോം തിന്നിട്ടുണ്ട്, ഈറ്റൻ. ഓക്കെ. നാലാമത്തെ ഫോം നമ്മുടെ മലയാളത്തിൽ ഇല്ല, അത് ഇംഗ്ലീഷിന് മാത്രമുള്ള ഒരു ഫോമാണ്. ഒരാൾ എന്ന് വെച്ചാൽ അവനോ അവളോ അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ ഈറ്റ്സ്. ഇനി 5ാമത്തെ ഫോം, ഇതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ഈറ്റിംഗ്, തിന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ളതിന് ഈറ്റിംഗ്. അപ്പോൾ ഇതാണ് ഈ 5 ഫോം കേട്ടോ. അത് മനസ്സിലായല്ലോ. ഈറ്റ്, എയ്റ്റ് പാസ്റ്റ് ടെൻസിൽ, ഈറ്റൻ, തിന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് പറയുമ്പോൾ. ഇതിന് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കും കേട്ടോ. V3 ഫോം എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത്. ഇത് നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനമാണ്, അതുകൊണ്ട് ഓർത്ത് വെക്കണം. V3 ഫോം. പിന്നെ ഇംഗ്ലീഷിന് മാത്രമായിട്ടൊരു സംഭവം പറഞ്ഞില്ലേ, എസ് വരുന്നത്. ഈറ്റ്സ് എന്ന് വെച്ചാൽ അവൻ, അവൾ അല്ലെങ്കിൽ ഒരാളുടെ പേര് ആണെങ്കിൽ എസ് ചേർക്കണം, ഈറ്റ്സ്. അടുത്തത് കണ്ടിന്യൂസ്, ഈറ്റിംഗ്. ഇതാണ് 5 ഫോം. മനസ്സിലായോ? ഇനി ഇപ്പം നിങ്ങൾക്ക് തിന്നുകയെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി ആവുക, അതൊരു വേർബാണ്. ഞാനൊരു എന്താവുക, ഞാനൊരു പക്ഷിയായി. അപ്പം ആവുകയല്ലേ, അതൊരു വേർബാണ്. മനസ്സിലായോ? അത് ഇംഗ്ലീഷിലൊരു വേർബാണ്, മലയാളത്തിലും ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ആവുക, ടു ബി. ആവുക എന്ന് പറഞ്ഞാൽ ടു ബി, ഒരു മനുഷ്യനാവുക, ടു ബി ഹ്യൂമൻ. മനസ്സിലായോ? ടു ബി ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാവുക. ബി എ ഹ്യൂമൻ, ഒരു മനുഷ്യനാവൂ, അങ്ങനെ പറയാം, ബി ഹ്യൂമൻ. അപ്പോൾ ബി മനസ്സിലായോ? ആവുക. ഇനി നമുക്ക് ഈ 5 ഫോം ബീഡ് ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ ഫോം ഈറ്റിന് ടു ബി. ടു എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ആ വേർബ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ ഈറ്റിന് തന്നെ ടു ഈറ്റ് എന്ന് പറയാം നമുക്ക്. ആ ടു നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, അത് നിങ്ങളെ ഒരു രീതിയിലും കഷ്ടപ്പെടുത്തില്ല, പോട്ടെ. ഈറ്റ്, ബി. 2ാമത്തെ ഫോം ഏതാണ്? പാസ്റ്റ് ടെൻസിൽ. ബീഡ് എന്താ? ഈ ബിയുടെ പാസ്റ്റ് ടെൻസിൽ വളരെ വിചിത്രമായൊരു രീതിയിൽ ബി കാണാം നിങ്ങൾക്ക്. വാസ് വേർ. ഐ വാസ് ഹാപ്പി, ഞാൻ ഹാപ്പി ആയിരുന്നു അല്ലെ. പാസ്റ്റ് ടെൻസ് ആവുക, ആയിരുന്നു. ഐ വാസ് ഹാപ്പി. അവർ ഹാപ്പി ആയിരുന്നു. പ്ലൂറിൽ വന്നിട്ടുണ്ടെങ്കിൽ വേർ, WER, വേർ. ദേ വേർ ഹാപ്പി, അവർ ഹാപ്പി ആയിരുന്നു. ആ വ്യത്യാസം സാധാരണ ഒരു വേർബ്സിനൊന്നും ഇങ്ങനെ ഈ പ്രശ്നം വരില്ല. ബി ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ ആവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെയോ ആയല്ലോ, അപ്പോൾ കുറച്ച് സ്പെഷ്യലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സിംഗുലർ ആകുമ്പോൾ പാസ്റ്റ് ടെൻസിൽ വാസ്, പ്ലൂറിലാണെങ്കിൽ വേർ. ഓക്കെ. അടുത്ത ഫോം എന്ന് പറയുമോ? V3 ഫോം അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം. ഈറ്റൻ എന്ന് പറഞ്ഞില്ലേ, ഈറ്റിന് ബിക്ക് ഈറ്റൻ നോക്കി എങ്ങനെ എഴുതിയേക്കണത്? EAT, അതിനപ്പുറത്ത് ഒരു EN ഇട്ടു അല്ലേ. അപ്പോൾ ബിയുടെ
V3 ഫോം എന്തായിരിക്കും? അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തായിരിക്കും? ഈറ്റിന്റെ കൂടെ ഇയൻ ഇട്ടാ ബിയുടെ കൂടെ നിങ്ങൾ ഒരു ഇയൻ ഇടൂ. അപ്പൊ എന്ത് വരുന്നു? അതെന്ന് പറഞ്ഞു ബീൻ. അങ്ങനെയാണ് ബീൻ. അപ്പൊ ബീൻ ആണ് ബിയുടെ V3 ഫോം. ഇനി ഇത് മറക്കുവോ? V3 ഫോം പൊതുവെ നമ്മൾ ഇയൻ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഓക്കെ, പൊതുവെ ചിലപ്പോൾ അല്ലാണ്ടി വരും. സംസാരിക്കുക, ടോക്ട് പാസ്റ്റ് ടെൻസും ആണ്. V3 ഫോം ടോക്ക് തന്നെയാണ്. അപ്പൊ പൊതുവെ ഇയൻ ഇടെങ്കിലും ചില വേർബ്സിന് പാസ്റ്റ് ഫോം തന്നെ യൂസ് ചെയ്യും, ചില വേർബ്സിന് പ്രസന്റ് ഫോമും വരും. എക്സാമ്പിൾ റൺ. റണ്ണിന്റെ പാസ്റ്റ് ടെൻസ് റാൻ, V3 റൺ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ 1-2 സാധനങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇതിപ്പോ നമുക്ക് ബീനിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ V3 ഫോം എന്നാ ബീൻ. ബീൻ എന്ന് പറയാം അല്ലെങ്കിൽ ബിൻ എന്ന് പറയാം, രണ്ടും ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് V4 എന്ന് പറഞ്ഞേ. 4 ഏതാ? സിംഗുലർ ആകുമ്പോൾ പ്രസന്റ് ടെൻസിൽ വരുന്ന ഫോമാണ്. എസ് ഇടണം. എസ് വരണം എന്നുള്ളത് മാത്രം ഓർക്കുക. പക്ഷെ ബിയുടെ വളരെ സ്പെഷ്യലാണ്. എസ്, ആം അല്ലെങ്കിൽ ആർ, ഈ 3 സാധനം പ്രസന്റ് ടെൻസിൽ വരാം. ഐ വരുമ്പോൾ ആം, ഐ ആം വിനി, അങ്ങനെ പറയില്ലേ? യു ആർ, അപ്പോൾ യു ആർ വന്നില്ലേ, അപ്പോൾ അവിടെ ആർ വരാം. യു ആർ എൻ ഇന്ത്യൻ, ഐ ആം എൻ ഇന്ത്യൻ. ഷീസ് എൻ ഇന്ത്യൻ, ഷീ ഇസ്. അപ്പോൾ ഇതാണ് പ്രസന്റ് ടെൻസിൽ ബിയുടെ ഫോം. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം കണ്ടിന്യൂസിൽ ഏതാ വരിക? ഈറ്റിന്റെ കണ്ടിന്യൂസ് എങ്ങനെയാ വന്നേ നോക്കിയേ. EATയുടെ അപ്പുറത്ത് ING ഇട്ടു. അപ്പൊ ബിയുടെ അപ്പുറത്ത് ഒരു ING ഇട്ട് നോക്കിയേ. കണ്ടിട്ടുണ്ടോ ഈ വാക്ക്? ബീയിങ്. ഇതാണ് ബീയിങ്. അപ്പൊ കണ്ടിന്യൂസ് ഫോം ആണ്. ഈ ബീയിങ്ങിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലും ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? എന്തിനാ ഞാൻ ഇത്രയും വളഞ്ഞിങ്ങോട്ട് വന്നത്? ഈ ഹാസ് ബീൻ, ഹാഡ് ബീൻ എങ്ങനെ വരിക സെന്റൻസ് എന്ന് വെച്ചാൽ ഏത് ടെൻസിലാന്ന് ആദ്യം നോക്കാം. ഐ ഹാവ് ബീൻ സിക്ക് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് സെന്റൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ്. ഐ ഹാവ് ബീൻ സിക്ക്. ഐ ഹാഡ് ബീൻ സിക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസ് ആണ്. അതെങ്ങനെയാ മനസ്സിലാവണേ? ഈ പെർഫെക്റ്റ് സെന്റൻസുകളുടെ ഒരു ഘടന എങ്ങനെയാന്ന് വെച്ചാൽ ഹാവോ, ഹാസോ അല്ലെങ്കിൽ ഹാഡോ, അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ആര് കിടക്കും? V3 ഫോം, നമ്മുടെ ബീൻ, ഈറ്റൻ, ആ സാധനം കിടക്കും. അതാണ് ഈ പെർഫെക്റ്റ് സെന്റൻസുകളുടെ ഒരു പ്രസന്റ് പെർഫെക്റ്റോ പാസ്റ്റ് പെർഫെക്റ്റോ പറയുമ്പോൾ ഇങ്ങനെയാണ് സെന്റൻസിന്റെ ഘടന ഉണ്ടാവുക, സ്ട്രക്ചർ ഉണ്ടാവുക. മനസ്സിലായോ? ഇപ്പോൾ ഈ സെന്റൻസിൽ ഞാൻ ഹാസും ഹാവ് ഒക്കെ വന്നു അല്ലെ? ഇതൊക്കെ എവിടെ നിന്ന് വന്നു? പ്രസന്റ് ടെൻസിൽ ഹാസും ഹാവും ഉപയോഗിക്കും, പാസ്റ്റ് ടെൻസിൽ ഹാഡ് ഉപയോഗിക്കും. ഓക്കെ, അതാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് ബീൻ. പ്രസന്റ് ആണെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ. അപ്പൊ എന്തിനാ രണ്ടെണ്ണം? അത് ഈ ഹാവ് വരുന്ന എപ്പോഴാന്ന് അറിയില്ലേ? നമ്മൾ അവളോ അവനോ അല്ലെങ്കിൽ വേറെ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹി ഹാസ് ബീൻ സിക്ക്, ഷീ ഹാസ് ബീൻ സിക്ക്, അരുൺ ഹാസ് ബീൻ സിക്ക്. പക്ഷെ അരുണിന്റെ കൂടെ അനു കൂടെ ഉണ്ടെങ്കിൽ അരുൺ ആൻഡ് അനു ഹാവ് ബീൻ സിക്ക്. അപ്പൊ പ്ലൂറൽ ഐ, യു, ദേവി ഒക്കെ വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ, ഒരു ഹാവ് അങ്ങ് യൂസ് ചെയ്താൽ പോരെ, മതിയായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. അപ്പൊ അത് ക്ലിയർ ആയോ? ഈ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും നമ്മളിതിന്റെ ബേസിലൊന്ന് പിടിച്ചിങ്ങനെ കയറുക കേട്ടോ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ പുള്ളിക്കാരൻ ശരിക്കും പാസ്റ്റ് ടെൻസിൽ തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്. പിന്നെ എന്തിനാ പ്രസന്റ് എന്ന് വിളിക്കുന്നത്? ഇപ്പോഴും അതിന് റെലവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ കഴിഞ്ഞില്ലേ, അപ്പൊ പാസ്റ്റ് ടെൻസ് അല്ലേ എന്ന് നിന്നോട് ചോദിക്കരുത്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആ പ്രവൃത്തി ചെയ്തു തുടങ്ങിയത്, ആ സംഭവം തുടങ്ങിയത് പാസ്റ്റിലായിരിക്കും. ഓക്കെ, പക്ഷെ ഇപ്പോഴും അത് പ്രസക്തമായതുകൊണ്ടാണ് അതിനെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയത് പാസ്റ്റിലാണെന്ന്. അപ്പൊ ഈ പാസ്റ്റിലുള്ള സെന്റൻസുകൾ കൃത്യമായിട്ട് നോക്കാം. ഒരു ലിസ്റ്റ് കാണിച്ചു തരാം ഞാൻ. ഐ വർക്ക്ഡ് ഫോർ 3 hours. അതേത് ടെൻസാ? ഐ വർക്ക്ഡ്, സിമ്പിൾ പാസ്റ്റ്. ഐ ഹാഡ് വർക്ക്ഡ് ഫോർ 3 hours. ഇത് ഏത് ടെൻസാ? ഹാഡ് വർക്ക്ഡ്. വർക്ക് എന്നുള്ള വേർബിന്റെ V3 ആണ് വർക്ക്ഡ്. ഐ ഹാഡ് വർക്ക്ഡ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 3 hours. വർക്കിംഗ് വന്നില്ലേ? ഐ ഹാഡ് ബീൻ വർക്കിംഗ്, ഹാഡ് വന്നു, V3 വന്നു, അത് കഴിഞ്ഞ് വർക്കിന്റെ കൂടെ ING വന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണത് കേട്ടോ. പാസ്റ്റ് ആണ് ഹാഡ്, പെർഫെക്റ്റിന് ബീൻ, കണ്ടിന്യൂസ് ING, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആ വാക്കുകൾ കണ്ടാൽ അതിന്റെ ടെൻസ്, ആ വാക്കുകളുടെ ടെൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഏത് ടെൻസാണ് സെന്റൻസ് എന്ന്. ഇതിന്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് എന്താന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഒരു സെന്റൻസ് ഉള്ളത് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 hours. ഇവിടേക്കാണ് ഈ ഹാഡ് ബീൻ, ഹാവ് ബീൻ ഒക്കെ വരുന്നത്. ഇത് ഏത് ടെൻസാ? ഐ ഹാവ് ബീൻ വർക്കിംഗ്. ഹാവ് ഏത് ടെൻസാ?
പ്രസന്റ് അല്ലെ, ഹാഡ് അല്ലേ പാസ്റ്റ്, ഹാവ് ബിൻ, ബിന്നിന്റെ ടെൻസ് ഏതാ, പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കാം, V3 ഫോം അല്ലേ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണത്. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാസ്റ്റിൽ തുടങ്ങി പക്ഷെ ഇപ്പോഴും അതിനൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ തൊട്ട് മുമ്പ് തീർന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റിൽ വരിക. അപ്പോൾ ഇനി ഇത് എവിടെയാ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ നോക്കാം. എന്ന് വെച്ചാൽ നമ്മളിത് എവിടെ ഉപയോഗിക്കുക, എങ്ങനെയാണ് ഈ ഹാസ് ബീനും ഹാഡ് ബീനും ഒക്കെ മാറി മാറി വരിക എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യണേ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു പിന്നെന്താ. അപ്പോൾ ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടോ അവള്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് 2 മണിക്കൂറായി. എത്തിയോ അവള്? ഇല്ല. അപ്പോഴാണ് അവൾ എന്നെ വിളിച്ചത്. എന്നിട്ട് പറയണേ, അയ്യോ സോറി കേട്ടോ, വീട്ടിൽ ഗസ്റ്റ്സ് വന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ അവളോട് പറയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായിട്ടേ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നീ എവിടെ പോയി കിടക്കായിരുന്നു? വേർ ഹാവ് യു ബീൻ? ഞാൻ അവളെ ഫോൺ വിളിച്ച് ചോദിക്കായിരുന്നു, എവിടെയാണ്, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താ വരാത്തെ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. കണ്ടോ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. ഇനിയിപ്പോൾ അവളിങ്ങനെ നടന്ന് വരിക, അപ്പം നമ്മുടെ വെയിറ്റിംഗ് തീർന്നല്ലോ. എന്നാൽ കൂടെ നമ്മൾ ഇങ്ങനെ ചോദിക്കുക, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. വേർ ഹാവ് യു ബീൻ? എവിടെയായിരുന്നു? അപ്പം മനസ്സിലായോ? പാസ്റ്റിൽ തുടങ്ങി, വെയിറ്റിംഗ് ഇപ്പോൾ തുടങ്ങിയതാണോ? അല്ല, 2 മണിക്കൂർ മുമ്പ് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയതാ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി, ഒന്നില്ലെങ്കിൽ ഇപ്പം അത് തീർന്നു, കാരണം വെയിറ്റിംഗ് ഇപ്പം തീർന്നല്ലോ അവൾ വന്നപ്പം. അല്ലെങ്കിൽ അവൾ എന്നെ വിളിച്ച് പറയാണ്, അയ്യോ ഞാൻ മറന്നുപോയിട്ടോ, എനിക്ക് വീട്ടിൽ ഗസ്റ്റ് വന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അവളോട് പറയാം, വേർ ഹാവ് യു ബീൻ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. നീ എവിടെയാണ്? ഞാൻ കുറേ നേരമല്ലേ വെയിറ്റ് ചെയ്യണു എന്ന് ഞാൻ പറയുമ്പോൾ വെയിറ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റോപ്പായി ഇപ്പോൾ, അല്ലെങ്കിൽ വെയിറ്റിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. 2 കേസിലും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ വെയിറ്റിംഗ് സ്റ്റോപ്പ് ആയത് ഇപ്പോഴാണ്, തൊട്ട് മുമ്പാണ് സ്റ്റോപ്പ് ആയത് അല്ലേ, ഇപ്പോഴാണ് അവൾ വന്നത്. അതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യണത്. മനസ്സിലായോ? സംഭവം തുടങ്ങുന്നത് പാസ്റ്റിലാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും അത് റെലവൻ്റ് ആണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours. അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത നിമിഷം വരെ അത് റെലവൻ്റ് ആയിരുന്നു. എന്നാൽ ഞാൻ ഇത് ഒക്കെ സംഭവിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് പറയാം, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആട്ടോ. അപ്പോൾ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് പറയാണ്, 2 മണിക്കൂർ ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയണത് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെ പറയാം? അപ്പോൾ സംഭവിച്ച് കഴിഞ്ഞു. പാസ്റ്റിലൊരു സമയത്ത് ഈ എല്ലാ ഇൻസിഡൻറ്റും കഴിഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യായിരുന്നു, അപ്പോഴാണ് അവൾ വിളിച്ച് പറഞ്ഞത് എന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറയുമ്പോൾ എങ്ങനെ പറയും? ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ ഫോർ 2 hours വെൻ ഷീ കോൾഡ് മീ ആൻഡ് ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് സം അതർ തിങ്സ് ടു ഡു. അവൾക്ക് ചെയ്യാൻ വേറെന്തോ കാര്യമുണ്ടെന്ന് ഞാൻ അവിടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവൾ എന്നെ വിളിച്ച് പറയണത്. അപ്പം കൃത്യം മനസ്സിലായോ? ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യല്ല, അതൊക്കെ കഴിഞ്ഞു, നേരത്തെ കഴിഞ്ഞു. അപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പം ആ സംഭവം കഴിഞ്ഞു പോയത് കൊണ്ട് ഞാൻ വേറെ ആൾക്ക് പറയല്ലേ, അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു പോയി. പക്ഷെ കഴിഞ്ഞു പോയാലും ഞാൻ അത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ ആ സെൻറ്റൻസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയി ഇത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇന്നൊരു കാര്യം സംഭവിച്ച് അത് തീർന്നത്. ഇതെല്ലാം പാസ്റ്റിൽ നടന്നു. അപ്പോൾ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിലൊന്നും അല്ല, അപ്പോൾ ഞാൻ വീട്ടിലല്ലേ, അപ്പോൾ ഇതൊക്കെ പാസ്റ്റിൽ നടന്നു. അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്തു. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ ഫോർ 2 hours വെൻ ഷീ കോൾഡ് മീ ടു ടെൽ ദാറ്റ് ഷീ ഈസ് നോട്ട് കമ്മിങ്. അപ്പോഴാണ് അവൾ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ വരുന്നില്ല. ഓക്കെ. മറ്റേതോ, അവൾ ഇങ്ങനെ മെല്ലെ ആടിപ്പാടി വരുമ്പോഴോ അല്ലെങ്കിൽ അവൾ വരാത്തപ്പോഴോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ ഫോർ 2 hours. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹർ ഫോർ 2 hours. വേർ ഹാസ് ഷീ ബീൻ? എവിടെയാണ് അവൾ? വേർ ഹാസ് ഷീ ബീൻ? യു ആണെങ്കിൽ വേർ ഹാവ് യു ബീൻ? ക്ലിയർ ആയോ? ഇതാണ് പൊതുവെ നമ്മൾ ഈ ഹാവ് ബീൻ ഹാസ് ബീൻ യൂസ് ചെയ്യുന്ന കാര്യം. ഇനി ബിൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും പോയ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ബിൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോ ആണ് ഉപയോഗിക്കുക, പോവുക. പക്ഷേ നിങ്ങൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഗോയുടെ V3 ഫോം സെർച്ച് ചെയ്താൽ ബിൻ എന്ന് കാണാം, BEN, ബിൻ. ശരിക്കും ഗോൺ എന്നുള്ളൊരു ഫോം ഉണ്ട്. പക്ഷേ ബിൻ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോവുക, പോയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ ബിൻ ആണ് യൂസ് ചെയ്യുക. ഹാവ് യു ബിൻ ടു മുംബൈ? മുംബൈയിൽ പോയിട്ടുണ്ടോ? ഹാവ് യു ബിൻ ടു മുംബൈ? ഐ ഹാവ് ബിൻ ടു കൊറിയ. ഞാൻ കൊറിയയിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ബിൻ. അപ്പോൾ പോവുക, അവിടെ നമ്മൾ ഗോൺ എന്നല്ല ഉപയോഗിക്കുക. ഐ ഹാവ് ഗോൺ ടു കൊറിയ നമ്മൾ പറയില്ല. ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? അവൾ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. ഐ ഹാവ് ബിൻ ടു കൊറിയ എന്ന് പറഞ്ഞാൽ
ഞാൻ കൊറിയയിൽ പോയിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ ടു കൊറിയ എന്ന് പറഞ്ഞാൽ അവൾ കൊറിയയിൽ പോയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ബിൻ. നമ്മൾ ഈ ഈറ്റ്, ഈറ്റൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ബി, ബിൻ എന്ന് ഉപയോഗിക്കുമ്പം നമ്മളിപ്പോൾ എങ്ങനെയാ പറഞ്ഞേ, ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ അവിടെ വെയിറ്റിനാണ് ഇമ്പോർട്ടൻസ്. എന്താ ചെയ്യുന്നത്? വെയിറ്റ് ആണ് ചെയ്യുന്നത്. ബാക്കി ഹാസ് ബീൻ ഒക്കെ ഗ്രാമറിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് അല്ലേ? പക്ഷെ ഈ വെയിറ്റ് പോലെ ബിൻ വരും. അതാണ് ഈ പറഞ്ഞത്. ഗോ എന്നുള്ള അർത്ഥമാണ് അവിടെ ബിന്ന് വരിക. പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുക, അതാണ് അവിടെ ബിൻ്റെ അർത്ഥം. ഇത് നമ്മൾ കൺഫ്യൂഷൻ വരരുത്. ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. ഫോർ എക്സാമ്പിൾ ഡു. ഡു എന്ന് വെച്ചാൽ ചെയ്യുക അല്ലേ? ഡിഡ് യു ഡു എന്ന് ചോദിച്ചാൽ നീ അത് ചെയ്തോ? അവസാനത്തെ ഡൂവിൻ്റെ അർത്ഥം എന്താ? ചെയ്യുക എന്നുള്ളതാണ്. ഡു യു ഈറ്റ് ഫിഷ് എന്ന് ചോദിച്ചാൽ ആ ആദ്യത്തെ ഡൂന് ശരിക്കും അർത്ഥമല്ല, ചെയ്യുക എന്നുള്ള അർത്ഥമല്ല. അതിൽ ഡു ഗ്രാമറിൻ്റെ ഒരു വാക്കാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഹാവ്. ഹാവ് യു ബിൻ ടു മുംബൈയിൽ ഹാവിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, പ്രസന്റ് പെർഫെക്റ്റ് കാണിക്കാനുള്ളൊരു വാക്കാണിത്. പക്ഷേ ഐ ഹാവ് എ ഫിഷ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേർബ്, മെയിൻ വേർബാണിത്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബിന്നും. ഒന്നുകിൽ ബിൻ, മിക്കവാറും ബിൻ ഇങ്ങനെ ഈ ഹാസ് ബിൻ, ഹാഡ് ബിൻ്റെ കൂടെ വരും. അതിൻ്റെ അപ്പുറത്ത് വേറൊരു വേർബ് ഉണ്ടാവും. ഷീ ഹാഡ് ബിൻ വർക്കിംഗ്, അല്ലെങ്കിൽ ഐ ഹാഡ് ബിൻ സ്റ്റഡിയിങ്. അപ്പോൾ അവിടെ സ്റ്റഡി അല്ലെങ്കിൽ വർക്ക്, അതാണ് മെയിൻ വേർബ്സ്. ഹാഡ് ബിനും ഹാസ് ബിനും ഒക്കെ അവിടെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന, ഗ്രാമറിനെ ഹെൽപ്പ് ചെയ്യുന്ന വേർബ്സ് ആണ്. എന്നാൽ ഐ ഹാവ് ബിൻ ടു മുംബൈ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഐ ഹാവ് ബിൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം എന്നുള്ളത് വ്യക്തമായിട്ട് ഉറപ്പിച്ച് മനസ്സിലാക്കുക കേട്ടോ, അത് തെറ്റരുത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ? ടെൻഷൻ അടിക്കണം, നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ നമ്മളത് പഠിച്ചത്. ഇപ്പോഴും പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹാസ് ബിൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാവ് ബിൻ. ഐ ഹാവ് ബിൻ, യു ഹാവ് ബിൻ, വി ഹാവ് ബിൻ ഒക്കെ പ്ലൂറലിൻ്റെ കൂടെ ഹാവ് ബിൻ. അവൾ, അവൻ അല്ലെങ്കിൽ അവളുടെ, അവളുടെ പേര് പറയുകയാണെങ്കിൽ ഹാസ് ബിൻ. അത്രേ ഉള്ളൂ. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഹാസ് ബിൻ അല്ലെങ്കിൽ ഹാവ് ബിൻ. ഓക്കെ, പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഹാഡ് ബീൻ. ഓക്കെ, അപ്പോൾ ചിലർക്ക് സംശയിക്കും വാസ് ഉപയോഗിച്ചിരുന്നു. പറ്റില്ല. ഫോർ 2 years, ഫോർ 3 years, അങ്ങനെ ഇത്ര സമയം, ഇത്ര കാലം എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. മനസ്സിലായോ? വാസ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സെൻറ്റൻസ് തെറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് അവിടെ വാസ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ 5 hours എന്ന് പറയരുത്, തെറ്റാണത്. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ 5 hours അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 5 hours. അതിലേതാ വേണ്ടതെന്ന് തീരുമാനിക്കാനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രസൻറ്റിൽ ആ സംഭവം തൊട്ട് മുമ്പ് തീർന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റും, പാസ്റ്റിൽ തീർന്നു പോയതാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ചോദ്യം. ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫാക്ടറി, വലിയൊരു ഫാക്ടറിയുടെ മുതലാളിയാണ് ഞാൻ. അപ്പോൾ ഒരാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ഇത് ഞങ്ങളുടെ സുമ ചേച്ചി 10 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. എങ്ങനെ പറയാം? ഷീ ഡാഷ് ഡാഷ് വർക്കിംഗ് ഹിയർ ഫോർ 10 years. സുമ ചേച്ചി കേട്ടോ, 10 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യണ ഞങ്ങളുടെ മെയിൻ ആളാണ്. ഷീ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെറ്റിക്കരുത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. 2 ചോദ്യമേ ഉള്ളൂ. ഷീല വാസ് ടയേർഡ്. ഷീല ഭയങ്കര ക്ഷീണിതയായിരുന്നു. ഷീല വാസ് ടയേർഡ്. ഷീ ഹാഡ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ഓൾ ഡേ ആണോ? ഷീ ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ഓൾ ഡേ ആണോ? ഷീ ഹാഡ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ഓൾ ഡേ ആണോ? ഇതിന്റെ ക്ലൂ എന്താണെന്നറിയോ? ഷീലയ്ക്കയുടെ അവസ്ഥ ഇപ്പോഴെന്താ നമുക്കറിയില്ല. ഷീല വാസ് ടയേർഡ്. ടയേർഡ് ആയിരുന്നു, ടയേർഡ് ആണ് എന്നല്ല പറയണേ. അപ്പോൾ ക്ലൂ മനസ്സിലായോ? അപ്പോൾ അത് ഏതാണ് ടെൻസ് കറക്റ്റ് ആയിട്ടുള്ളതെന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാഡ് ബീൻ, ഹാസ് ബീൻ കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കണോ? എല്ലാ കാര്യവും ഉൾപ്പെടുത്തി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ, ഇനി ഉണ്ടാക്കണമെങ്കിൽ അതും കോമെൻറ്റിൽ അറിയിക്കുക. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.